നമസ്കാരം പ്രിയരെ, ഇറ്റ്സ് മീ മറിയമ്മ. ഇന്നത്തെ ഡെയിലി ഇൻസൈറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി ഇൻസൈറ്റിൽ എക്സ്ക്യൂസസ് അഥവാ ഒഴിവ് കഴിവുകൾ എന്ന വിഷയത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ സംസാരിക്കുന്നത്. നോക്കൂ, നമ്മളെല്ലാവരും എക്സ്ക്യൂസസ് പറയുന്നവരാണ്, അല്ലെങ്കിൽ ഒഴിവ് കഴിവുകൾ പറയുന്നവരാണ്. അങ്ങനെ ഇല്ലാത്തവർ ചുരുക്കമായിരിക്കും, അല്ലേ? നമ്മളെല്ലാം അത് കഴിഞ്ഞു വന്നവരല്ലേ? ആണ്. നോക്കൂ, എക്സ്ക്യൂസസ് പറയാനുള്ള കാരണം മൂന്നാണ്. എക്സ്ക്യൂസസ് പറയാനുള്ള കാരണം മൂന്നാണ്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത് നമ്മൾ എക്സ്ക്യൂസസ് പറയാനുള്ള കാരണം നമ്മുടെ അലസത, മടി എന്നൊക്കെ പറയാം, അല്ലേ? മടി. കാരണം നമ്മൾ ഉറങ്ങുകയാണ്. ആ സമയത്ത് നമ്മളടുത്ത് ആരെങ്കിലും എന്തെങ്കിലും പറയാണ്, ഇന്നത് ചെയ്യണം എന്ന് പറയുമ്പോൾ നമുക്കത് ചെയ്യാൻ പറ്റും. പക്ഷേ എന്താണ്, നമുക്ക് നീറ്റ് കിട്ടാനുള്ളൊരു മടി, അല്ലേ? നീറ്റ് കിട്ടാനുള്ളൊരു പ്രയാസം. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാം, അങ്ങനെയുള്ളൊരു മടി. അതൊന്ന്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്ക് പേടി, ഉള്ളിൽ പേടിയാണ്. ഒരാൾ ഒരു കാര്യം പറയാണ്, പക്ഷേ ഒന്ന് ചെയ്ത് കഴിയോ, ചെയ്യാൻ പറ്റുമോ, അങ്ങനെയൊക്കെ ഒരു തോന്നലുണ്ടാവുമല്ലോ. ഒരു പേടി കാരണം നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ, ആ കാര്യം കൊണ്ട് നമുക്ക് ഒരുപാട് എക്സ്ക്യൂസ് വരാം. അത് കൂടാതെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്ക് നമ്മളെ തന്നെ വിശ്വാസമില്ല. കാരണം നമ്മളെ മുന്നിൽ ഒരുപാട് പേര് നന്നായിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ട്. അപ്പം നമ്മൾ പറയും, ഞാൻ ചെയ്താലൊന്നും ശരിയാവില്ല, എന്നെക്കാളും കുറേ പേര് നന്നായിട്ട് ചെയ്യുന്നവരുണ്ട്, അല്ല എന്നെക്കാളും കുറേ പേര് നന്നായിട്ട് പറയുന്നവരുണ്ട്, ഞാൻ ഇപ്പോൾ പറഞ്ഞാൽ ശരിയാവില്ല, എന്തിനാ ഞാൻ വെറുതെ റിസ്ക് എടുക്കണേ. അപ്പം മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്ക് നമ്മളെ തന്നെ വിശ്വാസമില്ല. ഇനി നോക്കൂ, നമ്മളോട് ഒരാൾ ഒരു കാര്യം ചെയ്യാൻ പറയാണ്, നീ ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് എത്തണം, എന്നിട്ട് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ നമുക്കിതൊക്കെ പാടെ കേൾക്കുമ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? മൂന്ന് തരത്തിലാണ് നമ്മൾ മറുപടി കൊടുക്കുക. എങ്ങനെയാണ്? നമ്മൾ ആദ്യത്തെ മറുപടി എന്ന് പറയുന്നത്, നമുക്ക് പറ്റാത്തൊരു കാര്യമാണെങ്കിൽ അതെനിക്ക് പറ്റില്ല എന്ന് തന്നെ പറയണം, അല്ലേ? നമുക്ക് പറ്റാത്ത കാര്യമാണെങ്കിൽ അതെനിക്ക് പറ്റില്ല എന്ന് പറയണം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ പറഞ്ഞു, ഒരാൾ ഒരു കാര്യം നമ്മളോട് പറയാണ്, ഇന്ന സമയത്ത് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം, ഇന്ന സ്ഥലത്തെത്തണം, എന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പം നമുക്ക് തോന്നുകയാണ്, നമുക്ക് ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്കറിയാലോ അത് എന്ന് നമുക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ല എന്നുള്ളത്. അപ്പം രണ്ടാമത്തെ കാര്യം, ഫസ്റ്റത്തെ കാര്യം നമുക്ക് പറ്റാത്തതാണെങ്കിൽ നമ്മൾ പറയാണ്, എനിക്കത് പറ്റില്ല. നമുക്ക് ആ കാര്യം കേൾക്കുമ്പോൾ അറിയാലോ എത്രത്തോളം നമുക്ക് പറ്റും എന്നുള്ളത്. അപ്പോൾ പറ്റാത്തത് പറ്റില്ല എന്ന് തന്നെ പറയാം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്കത് പറ്റുമോ ഇല്ലേ എന്നുള്ള ഉറപ്പില്ല. അപ്പം നമ്മൾ പറയും, ആ എന്നാലും ശ്രമിച്ച് നോക്കാം, ചെയ്ത് നോക്കാം, കുറച്ചൊക്കെ ശരിയാവുമായിരിക്കും, എന്നാലും നമുക്ക് ശ്രമിച്ച് നോക്കാമല്ലോ, അങ്ങനെ പറയാം. അങ്ങനെ പറയുന്നവരുണ്ട്. പിന്നെ മൂന്നാമത്തെ എന്ന് പറയുന്നത് എന്താ, ഞാൻ എന്തായാലും അത് ചെയ്തിരിക്കും, ഞാൻ ചെയ്യും, യെസ്, ഓക്കെ. ആ ഒരു വാക്കിൽ നിന്ന് എന്താണ്, നമുക്കത് ചെയ്യാൻ പറ്റും എന്നുള്ള വിശ്വാസമാണ്, അല്ലേ? ഇങ്ങനെ ആയി മാറണം നമ്മളെല്ലാവരും എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്, അല്ലേ? ഐ ക്യാൻ, എനിക്കത് പറ്റും, ഞാനത് ചെയ്യും എന്നല്ലേ, അല്ലേ? നമ്മൾ ഓരോ കാര്യങ്ങളിലും എക്സ്ക്യൂസസ് പറയാതെ, അതായത് ഒഴിവ് കഴിവുകൾ പറയാതെ, നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു തീർക്കുക. ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ശ്രമിച്ചിട്ട് ചെയ്ത് തീർക്കുക. പിന്നെ അതുപോലെ എന്താണ്, നമുക്ക് അത്രയും കോൺഫിഡൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കുക. ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ രണ്ട് വട്ടം ആലോചിച്ചിട്ട് ചെയ്യുക. നമുക്ക് ഒരു കാര്യങ്ങളും, നമ്മൾ ഈ സമൂഹത്തിൽ നടക്കുന്ന ഒരു കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റാത്തതില്ല. അതിന് ആദ്യം തന്നെ നമ്മൾ എടുക്കുന്ന കാര്യം എന്ന് വെച്ചാൽ, നമ്മൾക്ക് മടി. അത് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു എക്സ്ക്യൂസസും പറയാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ വേണമെങ്കിൽ ചക്ക വേരുമ്പലും കായ്ക്കുന്നു കേട്ടിട്ടില്ലേ? അപ്പം ചക്ക ശരിക്കും മരത്തിലാണ് കായ്ക്കുക, അല്ലേ? വേണമെങ്കിൽ ചക്ക വേരുമ്പലും കായ്ക്കും. അപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്കെല്ലാം ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഓരോ എക്സ്ക്യൂസുകളും നമുക്കൊരിക്കലും എന്താണ്, നമ്മളെ ഉയർച്ചയിലേക്ക് നയിക്കില്ല. നമ്മളെ താഴ്ചയിലേക്ക്, നമുക്ക് നമ്മളെ തന്നെ വിശ്വാസമില്ലായ്ക, നമുക്ക് നമ്മളെ തന്നെ
എന്താ പറയുക, നമ്മളെ തന്നെ നമുക്ക് മനസ്സിലാക്കാതിരിക്കുക, അങ്ങനെയൊക്കെ ആയിട്ട് വരും. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്ന് തന്നെ പറയാം, പറ്റാത്ത കാര്യങ്ങൾ പറ്റില്ല എന്ന് പറയാം. ഇനി കുറച്ചൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, ഒന്ന് ശ്രമം നടത്തി നോക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ കുറച്ചൊക്കെ ഹെൽപ്പ് ചെയ്ത് തരാം, എന്ത് കഴിഞ്ഞൊന്ന് ശ്രമിച്ച് നോക്കാം. പക്ഷേ ഇതൊക്കെ നമ്മൾ പറഞ്ഞാലും ഒരാൾ നമ്മളോട് കാര്യം ഏൽപ്പിച്ചു, പക്ഷെ നമ്മളത് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം നമ്മൾ ചെയ്താൽ അതിന് കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അത് നമുക്ക് വല്ലാത്തൊരു നിർവൃതി കേട്ടോ, വല്ലാത്തൊരു എന്താ പറയുക, നമ്മൾ ഉള്ളിൽ നിന്ന് വല്ലാത്തൊരു സന്തോഷമായിരിക്കും വരിക. അതേപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം നമുക്ക് കുറച്ച് കുറച്ച് ചെയ്യാൻ പറ്റി, നമുക്ക് ഉറപ്പൊന്നുമില്ല ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അതിൽ നിന്ന് നമുക്കൊരു ചെയ്യാൻ പറ്റിയെന്ന് മറ്റൊരാൾ പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷമായിരിക്കും. ഇനി ഇനി നമ്മൾ എല്ലാം ഉറപ്പിച്ച് അതെനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കാര്യം ഉണ്ടല്ലോ, അത് നമുക്ക് ചെയ്യാൻ പറ്റിയാലും നമുക്കൊരു സന്തോഷം ഉണ്ടാകും. കാരണം അത് നമുക്ക് ആദ്യമേ നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് അറിയാം, പക്ഷെ അത് കേൾക്കുമ്പോഴും നമുക്ക് സന്തോഷം ഉണ്ടാകും. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് പറയാം, ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ പറ്റില്ല എന്ന് പറയാം. അതുപോലെ നമുക്കൊരു ശ്രമം നടത്തി നോക്കാം, നമുക്കത് കുറച്ചൊക്കെ ചെയ്യാൻ പറ്റും, അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ പറയാം. നമ്മുടെ ജീവിതത്തിൽ എക്സ്ക്യൂസസ് പറയാതെ നല്ല ഒരു വ്യക്തിയായിട്ട് നമ്മൾക്ക് എല്ലാവർക്കും മാറാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്.